നമസ്കാരം. രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് പാർട്ടിക്ക് അതിശക്തമായ വിജയമാണ് ഉണ്ടായത്. തൃക്കാക്കരയും പുതുപ്പള്ളിയും മുതൽ പാലക്കാടും നിലമ്പൂരും വരെ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി വിജയിച്ചു. ഈ വിജയത്തിന്റെ പ്രധാന കാരണം രണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ കൃത്യമായ ആസൂത്രണവും സാങ്കേതിക മികവും, കോൺഗ്രസ് പാർട്ടിയുടെ സൈബർ ഇടത്തിലെ ഉയർന്നു വന്ന സാന്നിധ്യം. പലപ്പോഴും ഈ സൈബർ ലോകത്ത് കോൺഗ്രസ് പാർട്ടിക്ക് പാരയാകുന്നത് CPIഎമ്മിൻ്റെ അപ്രമാദിത്യമാണ്. CPIഎമ്മിനെ പണം കൊടുത്തും കൊടുക്കാതെയും പാർട്ടിക്ക് വേണ്ടി സൈബർ ആക്രമണം നടത്താനും സൈബർ ആശയപ്രചരണം നടത്താനും ഒരുപാട് പേരുണ്ട്. അവരുടെ പ്രചരണത്തെ മറികടക്കുന്ന തരത്തിൽ അതിശക്തമായ പ്രചരണമായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ യുവനിരകൾ വോളണ്ടിയറായി, അതായത് ഒരു പണം പോലും വാങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നത്. വളരെ കുറച്ചു പേർ മാത്രമായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ സൈബർ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. VT ബലറാമിൻ്റെ നേതൃത്വമുണ്ടെങ്കിലും സൈബർ ഇടത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് നിന്ന് എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയായിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും CPIഎം കെട്ടിപ്പൊക്കിയ ഓരോ നുണക്കഥകളും അവർ പൊളിച്ചടുക്കി. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ പാലം എന്ന തരത്തിൽ CPIഎം സൈബർ ഇടത്തിൽ പ്രചരിപ്പിച്ചത് വാസവന്റെ പാലമാണ് എന്ന് തെളിയിച്ചത് അതിലൊന്നായിരുന്നു. പാലക്കാട്ടെ നീലപ്പെട്ടി വിവാദമൊക്കെ CPIഎമ്മിന് വിനയായി മാറിയത് ഈ സൈബർ വിഭാഗത്തിൻ്റെ ശക്തമായ ഇടപെടലായിരുന്നു. വളരെ കുറച്ചു പേർ മാത്രമായിരുന്നു ഈ സൈബർ ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തത്. അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സൈബർ ഇടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയ നികേഷ് കുമാർ അടിമുടി വിയർത്തു. നികേഷിനെ മാറ്റണം, ഫലപ്രദമാകുന്നില്ല എന്ന തരത്തിൽ പ്രചരണവും ശക്തമായി. നികേഷ് ആസൂത്രണം ചെയ്ത പല പദ്ധതികളും ചീറ്റിപ്പോയി. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? തെരഞ്ഞെടുപ്പിനോട് അടുത്തപ്പോൾ സൈബർ ഇടത്തിൽ സർവാധിപത്യം തുടരുകയാണ് CPIഎം. നികേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനം മാത്രമല്ല, പോരാളി ഷാജിമാർ വരെ വീണ്ടും നിറഞ്ഞാടുന്നു. ശബരിമല അയ്യപ്പ മോഷണം മുതൽ അനേകം തട്ടിപ്പ് കേസുകൾ ഈ സർക്കാരിനെതിരെ ഉണ്ടായിട്ടും പാർട്ടിക്കെതിരെ ഉണ്ടായിട്ടും ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലേക്ക് സൈബർ ഇടത്തെ വളർത്തിയെടുക്കാൻ ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് CPIഎമ്മിന് കഴിഞ്ഞു. എല്ലാ അർത്ഥത്തിലും CPIഎമ്മിൻ്റെ പ്രചരണം കൊഴുക്കുന്നു. സോഷ്യൽ മീഡിയയിലെ CPIഎമ്മിൻ്റെ അപ്രമാദിത്യം ആർക്കും തടയാൻ കഴിയാത്ത വിധത്തിൽ വളർന്നു വരുന്നു. ഒരു നുണ ഒരുപാട് തവണ ആവർത്തിച്ചാൽ അത് സത്യമായി മാറും എന്ന പഴഞ്ചൊല്ല് ആവർത്തിക്കുന്ന തരത്തിൽ തുടർച്ചയായി CPIഎം സൈബർ ഇടത്തിൽ നടത്തുന്ന ഈ നുണ വിവരണം ഒരു പരിധിവരെ സാധാരണ മനുഷ്യരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. CPIഎം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിത്തറയിലുള്ള തൊഴിലാളികളും പാവങ്ങളും അങ്ങനെ തന്നെ തുടരുന്നു എന്നോർക്കണം. ബാക്കി ചിന്തിക്കുന്ന മനുഷ്യരൊക്കെ നാട് വിട്ടു പോകുന്നു. ഈ സാഹചര്യത്തിൽ ഒരാശയക്കുഴപ്പമുണ്ടാക്കാനും പിണറായി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരും, ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന തരത്തിൽ തോന്നലുണ്ടാക്കാനും CPIഎം സൈബറിടം വിജയിച്ചു എന്നതാണ് വാസ്തവം. ഇല്ലാത്തതെല്ലാം ഉണ്ടേ എന്ന് പ്രതീതി സൃഷ്ടിക്കുന്ന തരത്തിൽ സകലയിടങ്ങളിലും പ്രചരണം നടത്തുന്നു. ബുദ്ധിജീവികൾ മുതൽ സാധാരണക്കാർ വരെ CPIഎമ്മിൻ്റെ പ്രചരണായുധങ്ങളായി മാറുന്നു. സുഹാസിനിയെയും മണിശങ്കർ അയ്യരെയും പോലുള്ള പ്രമുഖരെ കൊണ്ടുവന്ന് വാഴ്ത്തുപാട്ട് നടത്തുന്നു. എന്തിനേറെ, സംഘി എന്ന പേരുദോഷമുള്ള മോഹൻലാലിനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി, PR വർക്കിന് വേണ്ടി സ്റ്റുഡിയോയിൽ ഇരുത്താൻ പോലും പിണറായി വിജയിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും CPIഎമ്മിനും പിണറായി വിജയനും സോഷ്യൽ മീഡിയയിൽ മുൻതൂക്കമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. CPIഎം പറയുന്ന ഈ നുണകളൊന്നും പൊളിക്കാൻ എന്തുകൊണ്ടോ കോൺഗ്രസ് സൈബർ ഗ്രൂപ്പിലുള്ളവർക്ക് കഴിയുന്നേയില്ല. CPIഎം പറയുന്നത് പലതും പച്ചക്കള്ളങ്ങളാണ്. ഉദാഹരണത്തിന്, വർഗീയ ലഹളകളില്ലാത്ത 10 വർഷം എന്ന് CPIഎം പറയുന്നു. കേൾക്കുമ്പോൾ ശരിയാണെന്ന് ആളുകൾക്ക് തോന്നും. എന്നാൽ ആളുകൾ മറന്നുപോകുന്നത് അതിനു മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും വർഗീയ ലഹളകൾ ഇല്ലായിരുന്നു എന്നതാണ്. ലൈഫ് മിഷന്റെ കാര്യത്തിലാണെങ്കിലും ക്ഷേമ പെൻഷന്റെ കാര്യത്തിലാണെങ്കിലും CPIഎം പറയുന്ന കള്ളക്കണക്കുകൾ സത്യമാണെന്ന് ജനം വിശ്വസിക്കുന്നു. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ KSRTC ലാഭത്തിലാക്കിയെന്നിവർ പറയുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും പൂട്ടിക്കെട്ടിപ്പോയി. മനുഷ്യൻ വാങ്ങുന്ന എല്ലാ സാധനങ്ങളുടെയും വില കൂടി. സർക്കാരിൻ്റെ എല്ലാ സർവീസുകളും, ആശുപത്രിയിൽ പോയാൽ ചികിത്സിക്കുന്നതടക്കം എല്ലാത്തിനും നിരക്ക് കൂടി. പണ്ടൊക്കെ സർക്കാർ ആശുപത്രിയിൽ പോയാൽ സൗജന്യ ചികിത്സയായിരുന്നു. ഇന്ന് സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ പോയാൽ പോലും വലിയ ചെലവ് കൊടുക്കേണ്ട സാഹചര്യമാണ്. ഇത്തരത്തിൽ CPIഎം ചെയ്തു കൂട്ടിയ വൃത്തികേടുകളെല്ലാം മറച്ചുവെച്ച് ഇവിടെ പാലൊഴുകുകയാണ്, തേനൊഴുകുകയാണ് എന്ന് അവർ പ്രചരിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അത് ഖണ്ഡിക്കാൻ, യാഥാർത്ഥ്യം മുമ്പോട്ട് കൊണ്ടുവരാൻ എന്തുകൊണ്ടോ കോൺഗ്രസ് സൈബർ ഇടത്തിന് കഴിയുന്നില്ല. അതിന് കാരണം വളരെ നിരാശാജനകമാണ്. കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് സൈബർ ഇടത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത്. ഷാനവാസ് താഹ
റിനീസ് തുരുത്തിക്കാടൻ തുടങ്ങിയ പേരുള്ള ഒരു സംഘം ചെറുപ്പക്കാർ അവർ 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ VT ബൽറാമിൻ്റെ ഗൈഡൻസിൽ സ്വന്തമായി യുദ്ധം നടത്തി. പൂർണ്ണമായ പിന്തുണ കെ സുധാകരൻ കൊടുത്തു. അവരായിരുന്നു CPMന്റെ സകല കള്ളക്കഥകളും പൊളിച്ചടുക്കിയത്. എന്നാൽ 2 വിഷയത്തിൽ നവനേതൃത്വം ആഗ്രഹിക്കുന്നത് സാധിക്കാതെ പോയി. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ VD സതീശനടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ശക്തമായ നിലപാടെടുത്തപ്പോൾ ആ നിലപാടിനെ പിന്തുണച്ച് അതിനെ സ്തുതിക്കുന്നതിന് പകരം, രാഹുലിനെതിരെ നിലപാടെടുത്ത നേതാക്കളെ ഹീറോയാക്കുന്നതിന് പകരം രാഹുലിനെ പിന്തുണച്ചു എന്നതായിരുന്നു ആദ്യത്തെ കുറ്റാരോപണം. രാഹുലിനൊപ്പമാണ് സാധാരണ പ്രവർത്തകർ, സാധാരണ മനുഷ്യർ എന്നതുകൊണ്ടാണ് സൈബർ ഇടത്തിൽ ആ പിന്തുണയുണ്ടായത്. VD സതീശനും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ സൈബർ ആക്രമണം നടത്തിയത് കോൺഗ്രസിന്റെ തന്നെ സൈബർ വിഭാഗമാണ് എന്നവർ പ്രചരിപ്പിച്ചു. CPMന്റെ സൈബർ നുണകളെല്ലാം പൊളിച്ചെടുക്കുന്നതിൽ നിരാശരായ റിപ്പോർട്ടർ ചാനലിനെ പോലുള്ളവർ ഈ സൈബർ വിഭാഗത്തെ പൊളിച്ചെടുക്കാൻ രംഗത്തിറങ്ങി. കോൺഗ്രസ് പാർട്ടിയിൽ ഭിന്നത എന്ന് പറഞ്ഞ് കോൺഗ്രസിനുള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി. ഇതിനിടയിലാണ് കോൺഗ്രസ് നേതൃത്വത്തെ അസ്വാരസ്യപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു സംഭവം ഉണ്ടാവുന്നത്. അത് റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കാനുള്ള കെ സുധാകരന്റെ നിലപാടിൽ തുടർന്ന് അതിൽ ഉറച്ചു നിന്ന സൈബർ ഇടത്തെ നാണം കെടുത്തിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ റിപ്പോർട്ടർ ചാനലുമായി സഹകരിക്കാൻ തീരുമാനിച്ചത് സൈബർ ഗ്രൂപ്പിന് ഇഷ്ടപ്പെട്ടില്ല. അവർ അതിനോട് സഹകരിച്ചില്ല. അങ്ങനെ 2ാമത്തെ ഗുരുതരമായ കുറ്റം അവരുടെ മേൽ ചുമത്തപ്പെടുന്നു. അതിനിടയിലാണ് സൈബർ ഇടത്തിന്റെ ചുമതലക്കാരിൽ ഒരാളായ KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ കൊച്ചി മേയർ സ്ഥാനം നിഷേധിക്കപ്പെടുന്നത്. കൊച്ചി മേയർ സ്ഥാനം നിഷേധിക്കപ്പെട്ടതിന് പിന്നിൽ ഹൈബീഡന്റെ താല്പര്യങ്ങളാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരണം ശക്തമായി. ഈ പ്രചരണത്തിന്റെ പിന്നിലും ഈ സൈബർ ഇടമാണ് എന്ന് ആരോപിച്ചതോടെ VD സതീശനും ഹൈബീഡനും എല്ലാം ചേർന്ന് ഈ സൈബർ വിഭാഗത്തെ പിരിച്ചുവിട്ടു. VT ബൽറാമിനെ മാറ്റി പകരം ചുമതല ഹൈബീഡന് കൊടുത്തു. തൻ്റെയും ഭാര്യയുടെയും ചിത്രങ്ങളും വീഡിയോകളും ആഡംബര യാത്രകളും മാത്രം സോഷ്യൽ മീഡിയയിലിട്ട് ശീലിച്ച ഹൈബീഡൻ സാധാരണ മനുഷ്യരുടെ പൾസ് അറിയാതെ വട്ടം കറങ്ങി. ഹൈബീഡന് ഇഷ്ടപ്പെടാതെ പോയതുകൊണ്ട് പഴയ സൈബർ വിങ്ങിനെ ഇല്ലാതാക്കി. പുതുതായി ആരെയൊക്കെയോ നിയമിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അവർ ഇരുട്ടിൽ തപ്പുകയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്കെതിരെ വലിയ പ്രചരണം ഇപ്പോൾ CPM അഴിച്ചുവിട്ടിട്ടും അത് ഖണ്ഡിക്കാൻ പുതിയ സൈബർ വിഭാഗത്തിന് കഴിയാത്തത്. ആ ഇരുണ്ട യുഗം ഇനി ആവർത്തിക്കണോ എന്ന് CPMകാർ ചോദിക്കുമ്പോൾ ഇരുണ്ട യുഗം അതല്ല ഇതാണെന്ന് സ്ഥാപിക്കാൻ വളരെ എളുപ്പമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ എണ്ണി ചൂണ്ടിക്കാണിച്ച് പിണറായിയുടെ കാലത്തെ പിന്നോട്ടുപോക്ക് ചൂണ്ടിക്കാണിക്കാൻ ചുമതലപ്പെട്ട സൈബർ ഇടത്തിന് അത് സാധിക്കുന്നില്ല. ഇതോടുകൂടി പിന്നോട്ട് പോയ നികേഷ് കുമാറിന്റെ സൈബർ ഇടം സ്കോർ ചെയ്ത് മുമ്പോട്ട് വരുന്നു. കോൺഗ്രസ് പാർട്ടിക്കെതിരെ, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തിനെതിരെയൊക്കെ ശക്തമായ വിമർശനം CPM സൈബർ ഇടത്തിൽ ഉയർത്തുമ്പോൾ ആ ശബ്ദം ഉയർന്നു കേൾക്കുന്നു. അതിന് പ്രതിരോധിക്കാനാവാതെ കോൺഗ്രസ് തളർന്നു വീഴുന്നു. ഇങ്ങനെയൊരു സൈബർ ഗ്രൂപ്പുമായി കോൺഗ്രസ് പാർട്ടി മുമ്പോട്ട് പോയാൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ഈ കഴിഞ്ഞ 5 വർഷം ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയമുണ്ടാക്കാൻ മുൻകൈയെടുത്ത സൈബർ ഗ്രൂപ്പിനെ തിരിച്ചു വിളിച്ച് ചുമതലയേൽപ്പിച്ചില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പോലും UDFനും കോൺഗ്രസിനും നഷ്ടപ്പെട്ടെന്ന് വരാം.